ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. സ്കാൻഡിനേവിയൻ മലയാളിയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോർവേയിലാണ് ഉള്ളത്. സ്ട്രൈനിൽ നമ്മുടെ റൂമിൽ ആണ് നമ്മൾ. മനോഹരമായൊരു എയർബിഎൻബി ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. സ്ട്രൈൻ ഗ്രാമത്തിന് ഏകദേശം തൊട്ട് മുകളിലായി കിടക്കുന്ന ഒരു കുന്നിന് മുകളിലാണ് കേട്ടോ ഈ എയർബിഎൻബി. ഇവിടെ നിന്ന് നോക്കിയാൽ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന ആ സ്ട്രൈൻ നദിയുടെ മുഴുവൻ ഭംഗിയും നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. ദൂരെ ആ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളും ആ പൊട്ടറ്റോ കൃഷി സ്ഥലങ്ങളും എല്ലാം നമുക്കിവിടെ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് നല്ലൊരു ബാൽക്കണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. ഈ സ്ട്രൈനിൽ ബാക്കി സ്ഥലങ്ങൾ പോലെ അല്ല കേട്ടോ, ഒരു മഴനിഴൽ പ്രദേശം നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ബാക്കി എല്ലായിടത്തും മഴ പെയ്തപ്പോഴും ഇവിടെ ഒട്ടും മഴയുണ്ടായിരുന്നില്ല, നല്ല വെയിലുമായിരുന്നു. എനിക്ക് തോന്നുന്നത് ചുറ്റിനും മലകൾ കൊണ്ട് കവർ ചെയ്തിട്ട് മഴക്കാർ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം നല്ല കുത്തനെ പതിക്കുകയായിരുന്നു. എപ്പോഴും നമ്മളിവിടുന്ന് പോകുന്ന വരെ നമുക്കിവിടെ നല്ല വെയിലായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് വരാനുള്ള വഴിയും ഈ ഇറങ്ങിപ്പോകുന്ന വഴിയുണ്ടല്ലോ, ഭയങ്കര കുറച്ചധികം കുത്തനെയായിരുന്നു. ഞങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തു കയറി വരാനും പുറത്തേക്ക് പോകാനും. വളരെ ചെറിയൊരു വഴിയുമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഈ ഹോം സ്റ്റേ അല്ലെങ്കിൽ ഈ സ്ഥലം മാത്രമല്ല ഉണ്ടായിരുന്നത്, കാട് പോലെ തോന്നുമെങ്കിലും ഈ വഴിയുടെ രണ്ടു വശവും വേറെയും ഹോം സ്റ്റേകൾ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ഇന്ന് ഇവിടുന്ന് നേരെ പോകാൻ പോകുന്നത് ഹെല്ലസിൽത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. സ്ട്രൈൻ മുനിസിപ്പാലിറ്റിയിൽ ഏകദേശം 7000 പേര് താമസിക്കുന്നുണ്ട്. ഒരു കുഞ്ഞു ടൗണൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് നിർത്തുന്നില്ല. നമ്മൾ നാളെയാണ് ഇവിടെയൊക്കെ കാണാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരെ ഹെല്ലസിൽത്തിലേക്ക് നമ്മൾ വെച്ച് പിടിക്കുകയാണ് ഇന്നത്തെ ദിവസം. ഗീ റേഞ്ചറിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. തിരിച്ചു വരികയും വേണം. ഈ കാണുന്ന ബസ്സുകൾ കണ്ടില്ലേ, ഇതെല്ലാം ഗീ റേഞ്ചറിൽ നിന്ന് പോയിട്ട് വരുന്ന ടൂറിസ്റ്റ് ബസ്സുകളാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രാമത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, അങ്ങ് താഴ്വരയിൽ കൂടെ ഒരു നദിയൊക്കെ ഒഴുകുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവിടെ ഇറങ്ങി ഇന്ന് ഫോട്ടോ എടുക്കാതെ പറ്റില്ലായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫോട്ടോ എടുത്തു. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, ഈ സ്ട്രൈൻ മുനിസിപ്പാലിറ്റിയുടെ സൈഡിൽ കിടക്കുന്നതാണ് ഒഡനും ലോമും ഒക്കെ. അതിലേതോ ഒരു ഗ്രാമമായിരുന്നു, അതിൻ്റെ വേറൊരു പാർട്ടായിരുന്നു ഇത് കേട്ടോ. നമുക്കത് കണ്ടുപിടിക്കാനുള്ള ഒരു ബോർഡും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു ഗ്രാമമാണെന്ന് മാത്രം മനസ്സിലാക്കി. ആ താഴേക്ക് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ആ പുഴയുടെ ഇരുവശത്തും നിറച്ച് വീടുകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പോകാൻ വഴിയും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങളിതാ ഹെല്ലസിൽത്തിലെത്തി. ഹെല്ലസിൽത്ത് എന്ന് പറയുന്നത് ഒരു ഫെറിയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് പ്രധാനമായിട്ടും ഗീ റേഞ്ച് ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്ക് 2 തരത്തിൽ ക്രൂയിസ് എടുക്കാം. അപ്പോൾ ഈ 2 ക്രൂയിസ് എന്ന് പറയുന്നത്, ഒരെണ്ണം നല്ല ഒറിജിനൽ ക്രൂയിസ്, അറ്റ്ലാന്റിക് ഓഷ്യനിൽ നിന്ന് തുടങ്ങുന്ന അലസുന്ത് വഴി വന്നിട്ട് ഈ ഗീ റേഞ്ചർ മുഴുവൻ കറങ്ങി പോകുന്ന ഒറിജിനൽ ക്രൂയിസ് ഉണ്ട്. അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അതല്ലാതെ ഫെറി സർവീസ് ഉണ്ട്. നമ്മളെ പോലുള്ളവർക്ക് ഈ ഫെറി സർവീസ് ആയിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. എനിക്ക് തോന്നുന്നു കൂടുതൽ ടൂറിസ്റ്റുകൾ ഫെറിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ആദ്യം ടൈം നോക്കിയിട്ട് പോകണം കേട്ടോ. നിശ്ചിത ടൈമിലാണ് ഈ ഫെറി ഉള്ളത്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഈ ഫെറിയിൽ കയറാം. എല്ലാവരും പറയുന്നത് ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്യോർഡാണ് ഗീ റേഞ്ചർ ഫ്യോർഡാണ് എന്നാണ്. ഈ ഫ്യോർഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? സമുദ്രത്തിൽ നിന്നുള്ള വിള്ളലുകൾ അല്ലെങ്കിൽ ക്രീക്സിനെയാണ് ഫ്യോർഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ക്രീക്കായിട്ട് കിടക്കുമ്പോൾ കുത്തനെ ചെങ്കുത്തായിട്ടുള്ള മലകളും ഒക്കെ ആയിരിക്കും ചുറ്റിനും ഉണ്ടാവുക. സാധാരണ ഒരു ബീച്ച് പോലെയല്ല ഉണ്ടാവുക. അപ്പോൾ ഈ മാപ്പിൽ കണ്ടില്ലേ നമ്മുടെ സ്ട്രെയിനും ഗീ റേഞ്ചറും അതിൻ്റെ ദൂരങ്ങളും ഒക്കെ. ഇത് ഈ ഫെറി ആണെന്ന് പറഞ്ഞെങ്കിൽ ഒരു ക്രൂയിസിലെ പോലെ തന്നെ ഭക്ഷണവും മറ്റു സംഭവങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കിട്ടും കേട്ടോ. നമ്മളതിൻ്റെ 2 വശവും പോയി നിന്നിട്ട് ഇത് കാണുമായിരുന്നു. ക്രീക്ക് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 2 വശവും മലകൾ കുത്തനെ നിൽക്കുന്ന കണ്ടില്ലേ? ഇനി ഇതിൻ്റെ അകത്ത് നമുക്കൊരു പ്രധാനപ്പെട്ട സംഭവം കാണാനുണ്ട്. അതാണ് 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന വാട്ടർഫോൾ. 7 വാട്ടർഫോൾ ഒരുമിച്ച് ഒഴുകുന്നതാണത്. ഈ ക്രീക്കിനകത്ത് കൂടെയുള്ള അല്ലെങ്കിൽ ഈ ഫ്യോർഡിനകത്ത് കൂടെയുള്ള യാത്രയിലല്ലാതെ ഒരിടത്ത് നിന്ന് നമുക്ക് ഈ വാട്ടർഫോൾ കാണാൻ പറ്റില്ല. അപ്പോൾ അത് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ വരണം കേട്ടോ. അല്ലെങ്കിൽ അതിന് നമുക്ക് ഇതുപോലെ ഇങ്ങനൊരു വ്യൂ നമുക്കൊരിക്കലും കിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും അത് ആവാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ദൂരെ നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എണ്ണം ഉണ്ടോ എന്ന് എണ്ണാനുള്ള തിരക്കിലായിരുന്നു പലരും. ഞങ്ങളും എണ്ണി നോക്കി. ഒരെണ്ണം വളരെ ചെറുതായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായി അവിടെ 7 എണ്ണം തന്നെ ഉണ്ടെന്ന്.
അവിടെയൊക്കെ എത്തുമ്പോൾ കുറച്ച് സ്പീഡ് കുറഞ്ഞിട്ടാണ് നമ്മുടെ ക്രൂയിസ് പോവുക. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റും. നിങ്ങൾ നോക്കൂ എന്തൊരു ഭംഗിയാണെന്ന്. ഞങ്ങൾ ഇത് കൂടാതെ 2 ഫ്യോർഡും കൂടെ പോയി നോക്കി കേട്ടോ. ഇതാ ഈ മല കണ്ടില്ലേ, ഒരു മനുഷ്യൻ്റെ മുഖം പോലെ. ഈ ഭാഗത്തൊക്കെ എത്തുമ്പോൾ നമുക്ക് തോന്നുക നമ്മൾ ട്രോളുകളുടെ ലോകത്താണ് എത്തിയിരിക്കണേന്ന് തോന്നും കേട്ടോ. ഈ മലയുടെ ഉള്ളിൽ താമസിക്കുന്ന ട്രോളുകളെ പറ്റി വായിച്ചിട്ടില്ലേ, അതുപോലൊരു ഫീലിംഗ് ആണ്. സത്യം പറഞ്ഞാൽ ശരിക്കും തോന്നുന്നത് നമ്മൾ അത് കൂടെ ബോട്ടിൽ പോകുമ്പോൾ ആ മല മോളിൽ നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ തോന്നും. ശരിക്കും വാച്ച് ചെയ്യുന്ന പോലൊരു അനുഭവമാണ് കേട്ടോ തോന്നുക. ആളുകളൊക്കെ അതിങ്ങനെ ഉത്സാഹത്തോടെ കാണുമായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം 2.5 മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ട്, 2 മണിക്കൂറിനടുത്ത് യാത്ര കഴിഞ്ഞിട്ട് ഗീ റേഞ്ചർ പട്ടണത്തിൽ എത്തിയിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ വീണ്ടും കുറേ കാഴ്ചകളുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ക്രൂയിസ്, അലസുന്തിൽ നിന്ന് വരുന്ന ക്രൂയിസാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഗീ റേഞ്ചറിൽ നമ്മൾ കാർ എടുത്തിട്ട് നമ്മൾ നേരെ പോകുന്നത് 3 പ്രധാനപ്പെട്ട വ്യൂ പോയിന്റുകളുണ്ട്. ലോക പ്രശസ്തമായ ഗീ റേഞ്ചറിൻ്റെ പോസ്റ്ററുകളുണ്ട്. ആ പോസ്റ്ററുകൾ എടുത്തിരിക്കുന്ന വ്യൂ പോയിന്റ്സ് കാണാനാണ് നമ്മൾ പോകുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് ഇങ്ങോട്ടാണ്. ഈഗിൾ സ്വിങ് എന്നറിയപ്പെടുന്ന ഒരു വ്യൂ പോയിന്റ് ആണിത്. ഇവിടെ നമുക്ക് ഇതിലും മുകളിലേക്ക് ട്രക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. നമ്മൾ മുകളിലേക്ക് പോയില്ല. ഇവിടെ നിന്ന് തന്നെ നമുക്ക് വേണ്ട കാഴ്ചകൾ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ മുകളിലേക്ക് കയറാനായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ഇതൊരു വളവിലാണ് നിൽക്കുന്നത്. നമ്മുടെ കാറ് പാർക്ക് ചെയ്യാൻ ഒരുപാട് സ്ഥലം നമുക്ക് കിട്ടില്ല. കാരണം അത്രയ്ക്കധികം ടൂറിസ്റ്റ് ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ടൂറിസ്റ്റുകളൊക്കെ വന്നങ്ങ് നിറയുമ്പോഴേക്കും പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനോ കാണാനോ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ വേണം നമുക്കിത് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ടൂറിസ്റ്റ് ബസ് വന്ന് പോയതിൻ്റെ ഗ്യാപ്പിൽ വേഗം അവിടെ നിന്ന് ആ വ്യൂ ഒക്കെ ആസ്വദിച്ചു. കാരണം വേറെ എവിടെയും നമുക്ക് കാണാൻ പറ്റാത്തത്ര തിരക്കാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് ചെറുതായിട്ട് മോള് വരെ കയറി ആളുകളുടെ തിരക്ക് കുറവുള്ള ഒരു സ്പോട്ട് കണ്ടുപിടിച്ചു. നന്നായി ഒന്ന് ആസ്വദിച്ചു. അതിനുശേഷം നമ്മൾ തിരിച്ചു വരേണ്ടത്. നിങ്ങൾ കാണുന്നില്ലേ പാർക്കിംഗ് എങ്ങനെയാണെന്ന്. ഇത് ഇലക്ട്രിക് കുഞ്ഞു കാറുകളാണ് കേട്ടോ. നമുക്ക് ആ കുഞ്ഞു കാറുകൾ അവിടെ റെൻറ്റിനെടുത്തിട്ട് മുഴുവൻ ഗീ റേഞ്ചർ പട്ടണം ചുറ്റി നടന്ന് കാണാം. ഇനി നമ്മുടെ അടുത്ത വ്യൂ പോയിന്റിലേക്കുള്ള യാത്രയാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പം നമ്മൾ കണ്ടതിനേക്കാളും കൂടുതൽ ഗീ റേഞ്ചർ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണുന്നൊരു പോസ്റ്റർ ഉണ്ട്. ആ സ്ഥലത്തേക്കാണ് നമ്മളിതാ പോകുന്നത്. നമ്മൾ മാത്രമല്ല, അതായത് നിങ്ങൾ മുമ്പേ കാണുന്ന കണ്ടില്ലേ, ഈ കണ്ട ബസ്സുകളും സംഭവങ്ങളൊക്കെ ഈ കുഞ്ഞു വഴി കൂടെ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. നല്ല റിസ്ക് എടുത്താണ് ഡ്രൈവ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ വന്നപ്പോൾ ആദ്യം പറഞ്ഞ സെയിം സിറ്റുവേഷനാണ്. ഇവിടെ ടോയ്ലറ്റ് വാഷ്റൂമൊക്കെ ഉണ്ട്, പക്ഷേ നല്ല തിരക്കായിരുന്നു. നല്ല റിസ്ക് ഉള്ള കുറച്ച് പാറക്കെട്ടുകളും ഒക്കെയാണ് താനും. കുറച്ച് സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമായിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പോസ്റ്റർ. നിങ്ങൾ ഒന്ന് ഗീ റേഞ്ചറിന് സെർച്ച് ചെയ്ത് നോക്ക്, ഇതായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് ആ ഭാഗത്തു നിന്ന്, അവിടെ ഒരു ചെയറൊക്കെ ഇട്ടിരുന്ന ആ വ്യൂ ആസ്വദിക്കാനായിട്ട് അവരൊരു സ്ഥലം ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ആസ്വദിക്കാനൊന്നും പറ്റില്ല, അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം അത്രയും വലിയ ക്യൂ അവിടെ ഉണ്ട് ആ ചെയറിലിരുന്ന് ഫോട്ടോ എടുക്കാൻ. ഇവിടെയും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മുകളിലേക്കും താഴേക്കും പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞങ്ങൾ കുറച്ച് മുകളിലേക്ക് കയറി താഴേക്കൊന്ന് ഇറങ്ങി നോക്കിയെങ്കിലും അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് ഫീൽ ചെയ്തു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ചെയർ. പിന്നെ ആളുകൾ മാറി മാറി ഇന്ന് അങ്ങോട്ടുള്ള ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇത് ആ ഒരു പോസ്റ്ററിൽ പെട്ട സ്ഥലം തന്നെയാണ്. എന്തായാലും ഒന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കണേ, ഇതാണോ നിങ്ങൾക്ക് വരുന്നതെന്ന്. പിന്നെ അവിടെ നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്തു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവിടെ വാഷ്റൂംസ് ഒക്കെ ഉണ്ടായിരുന്നു. അവിനാശ് ഒന്ന് താഴേക്കൊന്ന് ഇറങ്ങി നോക്കിയതാണ് കണ്ടത്. അവിടെ ഒരുപാട് ഫാമിലി ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര റിസ്കി ആയിട്ട് തോന്നിയുകൊണ്ട് ഞങ്ങൾ ആരും ഇറങ്ങിയില്ല കേട്ടോ. ഇനി മൂന്നാമത്തെ വ്യൂ പോയിന്റ്. നമ്മൾ മൂന്നാമത്തെ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗീ റേഞ്ചറിലെ തന്നെ ഏറ്റവും, നോർവേയിലേന്നും വേണമെങ്കിൽ പറയാം, ഏറ്റവും ഉയരം കൂടിയ ഒരു മൗണ്ടനിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ മഞ്ഞ് മൂടിയ മൗണ്ടനിലേക്കാണ് നമ്മൾ പോകുന്നത്. ദാൽ സ്നിബ മൗണ്ട് എന്നാണ് ആ പർവ്വതത്തിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് മുഴുവൻ ഗീ റേഞ്ചർ പട്ടണവും കാണാൻ പറ്റുന്ന ഒരു അടിപൊളി വ്യൂ ഉണ്ട്. അപ്പോൾ ഗീ റേഞ്ചറിൽ കണ്ടിരിക്കേണ്ട 3 വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് ചെയ്തില്ലെങ്കിൽ അത് മിസ്സാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമ്മൾ പോയ വഴിക്ക് നമ്മളിതാ ഇതുപോലൊരു കല്ലുകൾ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു എന്താ പറയേണ്ട ഒരു വിചിത്രമായ സ്ഥലം കണ്ടു. നമ്മൾ എന്തായാലും അവിടെ നിർത്തി അവിടെ ഇരുന്ന് നമ്മൾ കൊണ്ടുപോയ ഉച്ചഭക്ഷണം കഴിച്ചു. ഞങ്ങൾ നല്ല അടിപൊളി ചോറ്, ചമ്മന്തി, അച്ചാറ്, പിന്നെ എന്താണ് അച്ചിങ്ങ മെഴുക്കുവരട്ടി ഒക്കെ ആയിട്ട് പോയിരുന്നു. പക്ഷെ ആ ബോക്സ് കാണിക്കാനായിട്ട് ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ മറന്നുപോയി. ആ നല്ല വിശപ്പും ആവേശത്തിലും പിന്നെ അവിടെ ഒരു പാറക്കല്ലിരുന്ന് കഴിച്ച് ഫ്രഷായിട്ട് കൈയും കഴുകി. മോളിൽ കാണുന്ന ഗ്ലേഷ്യറിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്, അതിൽ ഒരഴുക്കും ഉണ്ടാകാൻ വഴിയില്ല. അത് കൈയൊക്കെ കഴുകി കുപ്പിയിലൊക്കെ നിറച്ച് ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് പോവാണ് കേട്ടോ.
നമ്മൾ ദാൽസ്നിബ മൗണ്ടൻ എന്ന് പറയുന്ന സ്ഥലമാണ് ഗീ റേഞ്ചർ ഗ്ലാസ് വാക്ക് എന്നറിയപ്പെടുന്നത്. അവിടെ നമുക്ക് ഗ്ലാസ്സിൽ വാക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലവും കൂടെ അവിടെ ഇട്ടിട്ടുണ്ട്. ദാൽസ്നിബ മൗണ്ടൻ്റെ തൊട്ട് താഴെയാണ് ഈ ദാൽസ്നിബ ലേക്ക് ഉള്ളത്. ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഭംഗി കണ്ടപ്പോൾ നിർത്താതിരിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ വീണ്ടും നിർത്തി. നിങ്ങൾ തന്നെ കണ്ടില്ലേ, അതിന് 2 കളറാണ് ആ ലേക്കിന്. അതിൻ്റെ ആഴത്തിനനുസരിച്ചോ സൾഫറോ എന്തോ ഒന്നായിരിക്കണം. അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി ആ കാഴ്ചകളൊക്കെ കണ്ടു. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കെന്താ, ഇതെല്ലാം കാണാനല്ലേ നമ്മൾ വന്നിരിക്കുന്നത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ അവരവിടെ കുറച്ച് നേരം സ്റ്റോൺ സ്കിപ്പിംഗ് ഒക്കെ ചെയ്തു. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. ചുറ്റിനുള്ള മലയൊക്കെ കണ്ടില്ലേ. ഇതൊന്നും അല്ലാട്ടോ നമ്മൾ കാണാൻ പോണ ദാൽസ്നിബ. അതിവിടുന്ന് ഒരു ചുരം കയറി നമ്മൾ മുകളിലെത്തണം. ആ ചുരത്തിൽ കയറണമെങ്കിൽ നമുക്ക് ടോൾ കൊടുക്കണം. 2 വശത്തേക്കുള്ള ടിക്കറ്റ് നമുക്ക് എടുക്കണം. നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റില്ല. അത് അവിടെ നിന്ന് വേണം നമുക്ക് എടുക്കാനായിട്ട് കേട്ടോ. അപ്പം നമ്മുടെ കാർഡ് നമ്മൾ കൊടുത്താൽ മതി. അപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലല്ലോ, ഈ ഫെറിയിലൊക്കെ കയറുമ്പോൾ ഒരു പാസ് എടുക്കണം. ഒരു നോർവേയിലേക്ക് കയറാനായിട്ട് ഒരു ഓട്ടോ പാസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ പാസ് ഇവിടെയൊക്കെ യൂസ്ഫുൾ ആവും കേട്ടോ. നമ്മളുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ മാത്രമേ അവർ എടുക്കുകയുള്ളൂ. പിന്നീട് നെക്സ്റ്റ് മന്തിൽ നമുക്ക് ബില്ല് വരിക ചെയ്യുക ഈ പാസ് എടുത്തിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഈ ട്രോളിൻ്റെ കാശ് നമ്മളിവിടെ കൊടുക്കണം. സോറി, ട്രോളല്ല, ടോളിൻ്റെ കാശ് നമ്മളിവിടെ കൊടുക്കണം. അപ്പം ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം ഇരുന്നു. ഈ തടാകം കുറേ നേരം ആസ്വദിച്ചു. കാരണം അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ട്രാഫിക്കും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് കരുതി. ഇനി നമ്മളിതാ മോളിലേക്ക് ഗ്ലാസ് വാക്കിലേക്ക് പോവുകയാണ്. ഗീ റേഞ്ചർ ഗ്ലാസ് വാക്ക്. അതൊരു ചുരമാണ്, ഹെയർപിൻ വളവുകളാണ്. അവിടെ നമ്മൾ ടോളൊക്കെ കൊടുത്തിട്ട് പതുക്കെ കയറി പോവുകയാണ്. പക്ഷേ ഈ സമയമായപ്പോഴേക്കും ഒരു ഇത്തിരീശെ മഞ്ഞും മഴക്കാറും മൂടി തുടങ്ങിയോ സംശയം. അപ്പം ഞങ്ങൾക്ക് വേഗം മോളിൽ പോയിട്ട് ഇറങ്ങണം എന്നാണ് ആഗ്രഹം. മോളിൽ ഞങ്ങൾ എത്തിയപ്പോൾ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. നിങ്ങൾ ആരെങ്കിലും ഗീ റേഞ്ചർ നമ്മൾ ഫ്യോർഡ് കാണുന്നുണ്ടോ? താഴെ കയറി വരുന്ന വഴികളാണ് കാണുന്നത്. നമ്മൾ കയറി വന്ന വഴിയാണ് കേട്ടോ കാണുന്നത്. അതിൻ്റെ താഴെ നമ്മൾ വന്ന ദാൽസ്നിബ തടാകം കാണാനേ ഇല്ല. ദൂരെ ഗീ റേഞ്ചർ ലേക്കും അവിടെ ഷിപ്പും ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ കയറി വന്ന എല്ലാ വ്യൂ പോയിന്റും നോക്കി ഇവിടെ ഇരുന്നാൽ കാണാം. അപ്പോൾ ഈ കാണുന്ന സ്ഥലമാണ് കേട്ടോ ഗീ റേഞ്ചർ ഗ്ലാസ് വാക്ക് എന്ന് പറയുന്നത്. ഞാൻ അധികം ആ ഗ്ലാസ് വാക്കിലേക്കൊന്നും പോയില്ല. പക്ഷെ ജസ്റ്റ് ഒന്ന് പിടിച്ച് നിന്ന് ഫോട്ടോ എടുത്തു, അത്രേ ഉള്ളൂ. ഒരുപാട് പേര് അതിൽ കൂടെയൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ആ വഴി പോകുന്ന കാണുന്നില്ലേ, ഈ ചുരം വഴിയാണ് നമ്മൾ ഇറങ്ങിപ്പോകേണ്ടത്. ഇവിടെ നമുക്ക് സുവനീറൊക്കെ വാങ്ങിക്കാനും ഭക്ഷണം കഴിക്കാനും ഉള്ള ബാത്റൂമിൽ വാഷ്റൂമും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമ്മളും അവിടെ കുറച്ച് നടന്ന് ഒരു സുവനീർ, ദാൽസ്നിബയുടെ എല്ലാം സുവനീറൊക്കെ ഒന്ന് വാങ്ങി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വിചാരിക്കുന്നത് തിരിച്ച് ഗീ റേഞ്ചർ ടൗണിലേക്ക് പോവാമെന്നാണ് വിചാരിക്കുന്നത്. ഗീ റേഞ്ചർ ടൗണിൽ നമുക്ക് കാണാൻ കുറച്ച് കാഴ്ചകളും കൂടെ ബാക്കിയുണ്ട്. ഈ ചുരം മുഴുവൻ ഇറങ്ങിയിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. ഇതാണ് ഞാൻ കാണിക്കാൻ മറന്നുപോയ ടോൾ കേട്ടോ. ഇവിടെയാണ് നമ്മൾ പൈസ കൊടുത്ത് പോകേണ്ടത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ മനുഷ്യൻ കുറേ ദൂരം ഞങ്ങളുടെ മുമ്പിൽ സ്കേറ്റ് ചെയ്ത് വന്നു. പിന്നെ ഞങ്ങൾക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആയി. ഈ പുള്ളി നമ്മൾ ക്രോസ് ചെയ്ത് പോകാനും തോന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇയാളുടെ പുറകെ തിത്തേ കളിച്ചു. എന്തായാലും അയാൾക്കും സന്തോഷമായി. ഞങ്ങൾക്ക് ബൈയൊക്കെ തന്നിട്ട് അയാളും പോയി. കുറച്ച് സ്ലോ ആയെങ്കിലും സാരമില്ല എന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്ക് നമ്മുടെ ബാറ്ററിക്ക് ഒരു ചെറിയ പ്രശ്നം വന്നു. നമ്മൾ ടൗണിൽ ഇറങ്ങിയിട്ട് ആ ബാറ്ററി വാട്ടറൊക്കെ ഒന്ന് മാറ്റി. ആ സമയത്ത് UK വന്ന ഒരാളെ നമ്മൾ കണ്ടതാണ് കേട്ടോ. അയാൾ അത്രയും ദൂരേന്ന് ഇങ്ങോട്ട് അയാളുടെ വണ്ടി ഓടിച്ചു വന്നതാണത്രേ. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മളിത് ഇവിടെ നിന്ന് കറങ്ങാൻ പോവാണ്. കാണുന്നതാണ് യുനെസ്കോയുടെ ഹെറിറ്റേജ് ഇതിലുള്ള കുറച്ച് കടകളാണ് കാണുന്നത്. അത്രയും പഴയ കടകളാണ്. ആ കടകൾ നമ്മൾ അടുത്ത് പോയി കാണും കേട്ടോ. ഈ ഗീ റേഞ്ചറിൽ മുഴുവനും കാണുന്ന ഏരിയ മുഴുവനും ക്യാമ്പിംഗ് ആണ്. ഇത് മുഴുവനും ക്യാമ്പിംഗ് സൈറ്റുകളുടെ കളിയാണ്. ക്യാമ്പിംഗ് സൈറ്റുകാർക്ക് വേണ്ടി അലക്കാനും വാഷ്റൂംസും മറ്റു കാര്യങ്ങളുമാണ് ഇവിടെ കാണുന്നത്. അവർക്ക് മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ ഇനി അടുത്ത് കാണാൻ പോകുന്നത് വാട്ടർഫോൾ വാക്കിലേക്കാണ്. എന്താ ഈ വാട്ടർഫോൾ വാക്ക് എന്നല്ലേ? ഗീ റേഞ്ചറിലേക്ക് ഈ വന്നൊഴുകുന്ന സ്ട്രീം വെറും ഒരു പുഴയല്ല. ഇതങ്ങ് മുകളിൽ നമ്മൾ കണ്ട ഫസ്റ്റ് വ്യൂവിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു വാട്ടർഫോളാണ്. ഈ വാട്ടർഫോളിൻ്റെ സൈഡിൽ കൂടെ ഇത് കണ്ടുകൊണ്ട് നടക്കാൻ പാകത്തിന് സ്റ്റെയേഴ്സ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണെന്നാണ് പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യാൻ പാടില്ലാത്തത്. അപ്പം ഞങ്ങൾ നടന്ന്
നമ്മളിപ്പോൾ വണ്ടിയിൽ ഇറങ്ങി വന്നല്ലോ, അതിൻ്റെ കുറച്ച് ദൂരത്തേക്ക് മുകളിലേക്ക് പോയിട്ട് റോഡ് വഴി ഇനി തിരിച്ചിറങ്ങി വരാമെന്നുള്ള പ്ലാനിലാണ്. നമ്മളിതാ മുകളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഈ വാട്ടർഫോൾ കണ്ടുകൊണ്ട് വേണം നമ്മൾ മുകളിലേക്ക് കയറാൻ. എന്തൊരു ശക്തിയിലത് ഒഴുകുന്നതെന്നുള്ളത് പറയാനേ പറ്റില്ല. എൻ്റെ ദൈവമേ, ചെവി അടിച്ചു പോകുന്ന വിധത്തിലുള്ള ഒച്ചയായിരുന്നു. പിന്നെ നമ്മൾ പതുക്കെ കയറി, ഫുൾ ഏകദേശം നനഞ്ഞു, എന്നാലും നമ്മൾ അങ്ങ് കയറിപ്പോയി. ഏറ്റവും മുകളിൽ ഇതുപോലെ അത് കാണാനായിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റോഡിലേക്ക് ഇറങ്ങുകയാണ്. ഇത് കണ്ടിട്ട് ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾ കാണുന്നില്ലേ ഗീ റേഞ്ചർ ഫ്യോർഡും അവിടെ കിടക്കുന്ന കപ്പലും. അങ്ങനെ എന്തായാലും ഞങ്ങൾ മുകളിലെത്തിയപ്പോൾ നമ്മളിതാ കുറച്ച് നേരം സ്കേറ്റ് ചെയ്ത ആളെ പറഞ്ഞു വിട്ട സ്ഥലമില്ലേ, അവിടെയാണ് നമ്മൾ എത്തിയത്. അവിടെ നമ്മൾ നേരെ താഴെ വന്നു. ആദ്യം കാണിച്ച യുനെസ്കോ ഹെറിറ്റേജ് സെൻ്റർ ആണ് ഈ കാണുന്നത്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമ്മളെത്തി. കുറച്ചൊരു കഫേ ഷോപ്പുകളും അങ്ങനെയുള്ള ഒരു മീൻകടയായിരുന്നു ആക്ച്വലി അതിൽ ഒരെണ്ണം. അങ്ങനത്തെ കടകളായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ ഭയങ്കരമായ സംഭവങ്ങളൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇത് യുനെസ്കോയുടെ കടകളാണ്, ഐ മീൻ ഹെറിറ്റേജ് സൈറ്റിലുള്ള കടകളാണ്. അപ്പം നമ്മൾ അതിനകത്ത് കയറി ഒന്ന് ജസ്റ്റ് നോക്കി. നമുക്ക് വേണ്ടതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കേണ്ടെന്ന് കരുതിയത്. നമ്മൾ ഒരുമിച്ച് കയറിയിരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പ്രിഫർ ചെയ്തത്. അതുകൊണ്ട് ഇവർ അവിടെ കയറിയിട്ട് എന്തോ മിഠായി പോലെ എന്തോ സാധനം വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നു. ഇനി നമുക്ക് ഇവിടെ ഒരു സുവനീർ ഷോപ്പും കൂടെ കണ്ടിരുന്നു, അവിടെയും കൂടെ ഒന്ന് കയറാൻ. ഞങ്ങൾക്ക് എവിടെ പോയാലും സുവനീർ ഷോപ്പുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അങ്ങനെ ഗീ റേഞ്ചർ യാത്ര നമ്മുടെ ഇവിടെ കഴിയാണ്. അപ്പോൾ നമുക്ക് നാളെ കാണാം.